അപ്പോൾ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കാണ് സാധ്യത. എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ അടുത്ത 3 മണിക്കൂർ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഇന്ന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ മുതൽ മഴ കുറഞ്ഞു തുടങ്ങും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. MG പ്രതീഷ്, ദീപക് നർമ്മടം, അരുൺ പൂപ്പറമ്പ, നിതിൻ അംബുജൻ, എ വി ജയശങ്കർ, ടോബി ജോൺസൺ, രാഹുൽ വിജയൻ എല്ലാവരും ഉണ്ട് അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് MG പ്രതീഷിലേക്കാണ്. പ്രതീഷ്, അവിടെ വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവം ഉണ്ടായിരുന്നു. അതിൽ തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? അതോടൊപ്പം നമ്മൾ ഈ മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷിക്കേണ്ട മഴയുടെ തീവ്രത എങ്ങനെയാണ്? മോർണിംഗ്. ഹാഷ്മി, സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്ന അതിതീവ്ര മഴയ്ക്ക് വൈകാതെ ശമനമുണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് മാത്രമാണ് എല്ലാ ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. 14 ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ പല ജില്ലകളിലും ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴ പെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഞാനിപ്പോൾ ഉള്ളത് ഈ തിരുവനന്തപുരം വിഴിഞ്ഞത്താണ്. ഈ വിഴിഞ്ഞത്ത് വലിയൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം വിഴിഞ്ഞത്ത് നിന്ന് വ്യാഴാഴ്ച വൈകിട്ട് മത്സ്യബന്ധനത്തിന് പോയ 2 വള്ളങ്ങൾ ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല. ഈ 2 വള്ളങ്ങളിലായി 8 പേർ ഇനിയും തിരിച്ച് വിഴിഞ്ഞത്തെത്താനുണ്ട് എന്നതാണ് കോസ്റ്റൽ വകുപ്പും പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് കോസ്റ്റൽ പോലീസിന്റെയും കോസ്റ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിൽ വിഴിഞ്ഞം തീരത്തൊക്കെ തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ അതിൽ ആശ്വാസകരമായ ഒരു വാർത്തയും കിട്ടിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഴിഞ്ഞം പുല്ലുവിള ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഈ വള്ളത്തിലുള്ളത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കടൽ വളരെ പ്രക്ഷുബ്ധമായ അവസ്ഥയിലാണ്. ഈ മീൻപിടുത്തത്തിന് പോകാൻ ജൂൺ 2 വരെ വിലക്കുണ്ട്. പക്ഷേ ഈ വൈകിട്ടോടുകൂടി ഇതിൽ 10ഓളം വള്ളങ്ങൾ മത്സ്യബന്ധനത്തിന് പോവുകയായിരുന്നു. അതിൽപ്പെട്ട ഒരു വള്ളം അപകടത്തിൽപ്പെടുകയും 2 മത്സ്യത്തൊഴിലാളികൾ കടലിൽ വീഴുന്ന സാഹചര്യവും വിഴിഞ്ഞത്തുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു. ഇനി ഒരാളെക്കുറിച്ച് ഇതുവരെയും അറിവൊന്നും തന്നെ ഇല്ല. അത്തരത്തിലൊരു സാഹചര്യമാണ് വിഴിഞ്ഞത്ത് ഉള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വിഴിഞ്ഞം ഹാർബറിന് സമീപം ഉള്ള ദൃശ്യങ്ങളാണ്. ഈ വിഴിഞ്ഞത്ത് ഇപ്പോഴും മത്സ്യത്തൊഴിലാളികൾ ഈ മീൻ പിടിക്കാനായി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അങ്ങ് ഉൾക്കടലിലൊന്നും തന്നെ പോയിട്ടില്ല. ഈ തീരത്തോട് ചേർന്നുള്ള ഭാഗത്ത് ഈ മീൻ പിടിക്കുന്ന ദൃശ്യങ്ങളാണ്. രാവിലെ തന്നെ നിരവധി വള്ളങ്ങൾ ഈ തീരത്തോട് ചേർന്നുള്ള ഭാഗത്ത് കാണാം. ഈ കാലവർഷവും ഒപ്പം അതിനു മുമ്പുള്ള വേനൽ മഴയും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. കാരണം അവർക്ക് കടലിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തങ്ങളുടെ ഗതികേട് കൊണ്ടാണ് ഈ വിലക്ക് അവഗണിച്ചും കടലിൽ പോകേണ്ട സാഹചര്യം ഉള്ളത് എന്നതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പക്ഷേ അപ്പോഴും ഉൾക്കടലിലേക്ക് പോകരുത് എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികൾക്ക് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരമേഖലയോട് ചേർന്നുള്ള ഭാഗത്ത് മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോയിരിക്കുന്നത്. നമുക്ക് നിരവധി വള്ളങ്ങൾ ഈ വിഴിഞ്ഞം തീരത്തോട് കാണാം. രാവിലെ തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി കടലിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ തീരത്തെ സംബന്ധിച്ച് ഇപ്പോഴും ഈ കടലിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഒപ്പം ഇവിടെ തന്നെ രാവിലെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് തീരദേശ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. 3 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾക്കൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് മത്സ്യത്തൊഴിലാളികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നതാണ് നിർദ്ദേശം. പക്ഷേ വൈകാതെ സംസ്ഥാനത്ത് മഴ കുറയുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഹാഷ്മി. എന്തായാലും വിഴിഞ്ഞത്തെ കടൽ അങ്ങേയറ്റം പ്രക്ഷുബ്ധമാണ്. മത്സ്യത്തൊഴിലാളി സഹോദരന്മാർ കടലിൽ പോകുന്നുണ്ട്. പക്ഷേ അവർ എന്താണ് മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് പറയുമ്പോൾ അവരെങ്ങനെ ജീവിക്കും എന്ന ചോദ്യം അവിടെ ഉത്തരവില്ലാതെ നിൽപ്പുണ്ട്. ആ ഉത്തരത്തിന്റെ അവർ ഇറങ്ങുന്നത്. പിന്നെ പരമാവധി സൂക്ഷിക്കുക എന്നൊക്കെ പറയാനുള്ളത്.